സാറേ, എന്റെ മോളുടെ കാര്യം. അയ്യോ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ? കൃഷ്ണവേണി സാർ ഇപ്പൊ ഇതുവഴി പോയല്ലോ. പോയോ? ആ, വണ്ടി നിർത്തിയ ഞാനിതാ വരുന്നു. ഒരു മിനിറ്റ്. എന്തു പറ്റി? ഞാൻ എന്റെ ഫോൺ എടുത്തില്ല. ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. அந்த அம்மாவோட காரியம். குமார் சார், உங்களுக்கு எவ்வளவு மேரேஜ் செய்யணும் தேவை இருக்கா? அவங்க ரொம்ப மறதிக்காரி. கல்யாண டேட் கூட மறந்துடுவேன். അത് ശരിയാ. കുമാർ കൃഷ്ണവേണിയെ കെട്ടിയ പോക്ക് കേസാ. നമുക്ക് ഈ സെറീനെ വെച്ചൊന്ന് മാറി ചിന്തിച്ചാലോ? കറക്റ്റ്. അയ്യോ സോറി, നമ്മളെവിടെ? ഞാനേ സെക്കൻഡ് ഹാൻഡുകൾ എടുക്കാറില്ല. അയ്യോ, നീ അങ്ങനെ പറയരുത്. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ മാറി. കൊച്ചു പെമ്പിള്ളാർക്ക് താല്പര്യം മധ്യവയസ്കന്മാരോടാ. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കൂടുതൽ സന്തോഷം. അതിനൊക്കെ പ്രത്യേക ലൈസൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടേ. ഗുഡ് തിങ്കിങ്. എനിക്കറിയാം, കിട്ടണ കാശില്ല അണ്ടർസ്റ്റാൻഡിങ്. അത് കറക്റ്റ്. സാമ്പത്തിക മാന്യം എന്നൊക്കെ പറഞ്ഞ് ആദ്യം എന്റെ ഈ ജോലി തെറിക്കട്ടെ, അപ്പൊ ആലോചിക്കാം അണ്ടർസ്റ്റാൻഡിങ്. അതും കറക്റ്റ് താൻ. അപ്പോ എനക്കും ഇനി ഒരു ചാൻസ് ഇருக்கு. അമ്മേ, മോളെ, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആര് പറഞ്ഞു ഈ സ്ഥലം? ആരും പറഞ്ഞൊന്നും തന്നില്ല, ഞാനായിട്ട് അന്വേഷിച്ച് വന്നതാ. പക്ഷേ ഇത് ഇത്രയും വലിയ സ്ഥലമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഓ, എന്തൊരു ലോകമായത്! ഇത്രയും വലിയ കെട്ടിടങ്ങൾ അടുത്തടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ അമ്മ കെട്ടിടം കാണാൻ വന്നതാണോ? ദേ, ഞാൻ ഒരുപാട് തിരക്കില്ല ഇവിടെ. അമ്മ ഇവിടെ വന്ന കാര്യം പറയാൻ നോക്ക്. ഊർമിളയുടെ അച്ഛൻ ആശുപത്രിയിലാ. തീരെ വയ്യ, നെഞ്ചുവേദനയാ. നാട്ടില് നമ്മുടെ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോയതാ. അവിടെ എടുക്കാത്തത് കൊണ്ടാ പിന്നെ ഇങ്ങോട്ട് വണ്ടിയും പിടിച്ച് കൊണ്ടുവന്നത്. ആളിവിടെ ജനറൽ ആശുപത്രിയിലുണ്ട്. അതിന് ഞാനിപ്പോ എന്ത് വേണം? അസത്തെ, സ്വന്തം അച്ഛൻ ആശുപത്രി കിടക്കുമ്പോഴാണോ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നത്? അയാൾ എന്റെ അച്ഛനല്ല. അമ്മ പ്രസവിച്ച ഊർമിളയുടെ ഉണ്ണിയുടെ മാത്രം അച്ഛൻ. എന്റെ രണ്ടാം അച്ഛൻ. അത് നിനക്ക്. എനിക്ക് അങ്ങേര് സ്വന്തം ഭർത്താവാ. വിധവയായ എനിക്ക് ജീവിതം തന്ന മനുഷ്യൻ. എതിർത്തും വെറുത്തുമാണെങ്കിലും ഒരു കാലത്ത് നിനക്കും ആഹാരം തന്നയാൾ. ഓ, മതി വർണ്ണിച്ചത്. ദേ, ഇപ്പൊ നിങ്ങൾ എന്തിനാ വന്നത്? ആദ്യം അത് പറ. എനിക്ക് പോണം. അങ്ങേർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നാ പറയുന്നത്. നീ ഒന്ന് ആശുപത്രി വരെ വരണം. അവിടെ സഹായത്തിന് ആരുമില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതോ? അതാ നകുലൻ സഹായിച്ചു. അയൽക്കാരനാണെങ്കിലും അവനാണ് ഇപ്പോഴുള്ള ഏക സഹായം. എന്നാ നകുലൻ ചേട്ടൻ തന്നെ ഇനിയും സഹായിച്ചോളൂ. ദാ, ഈ കാശ് കൊടുത്താ മതി. അപ്പോ നീ അങ്ങോട്ട് വരുന്നില്ലേ? വരുന്നില്ല. അപ്പോഴങ്ങേരി കിടപ്പി മരിച്ചു പോയാലോ? വളരെ സന്തോഷം. അങ്ങനെ സംഭവിക്കണേന്നാ എന്റെ ഒരു ആഗ്രഹവും. ദേ അമ്മേ, ഇത് സ്ഥലം വേറെയാ. നാട്ടിൻപുറത്ത് നമ്മുടെ വീട്ടുമുറ്റല്ല. അയാള് ചത്താലും ജീവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. അത് പറയാൻ മാത്രം അമ്മ ഈ കോമ്പൗണ്ടിൽ വരരുത്. വന്നാ സെക്യൂരിറ്റിയോട് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഗേറ്റിന് വെളിയിലാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട.